ഗുരുക്കളെ, ഇതെന്താ വഴി കാണിച്ച് ഇത് നമ്മുടെ വീട്ടിലേക്കാണല്ലോ എത്തിയത്. അങ്ങനെയെങ്കിൽ ഇനി നമ്മുടെ വീട്ടിൽ തന്നെ. അതെ, മായാ കപോതത്തിന് ഒരിക്കലും വഴി തെറ്റുകയില്ല. പോകൂ മായാ കപോതമേ, ആ ആദിശേഷൻ ആരെന്ന് കാട്ടിത്തരൂ. ഇതാരാണിത്? നിനക്കറിയാമോ, സുന്ദരി എന്നൊരു സ്നേഹിത ഉണ്ടായിരുന്നു എനിക്ക്, നിന്നെ പോലെ തന്നെ. അവൾ ഇതുപോലെ തന്നെ എന്റെ അടുത്തിടയ്ക്ക് വന്നിരുന്ന് ഒരുപാട് സംസാരിക്കുമായിരുന്നു. എന്താ നിന്റെ പേര്? എന്തേ, ഒന്നും പറയാനില്ലേ? തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ശക്തി തരംഗങ്ങൾ എന്റെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ആദിശേഷൻ എവിടെയുണ്ടെങ്കിലും ഏത് രൂപത്തിലുണ്ടെങ്കിലും അവനെ ഞാൻ തീർച്ചയായും കണ്ടെത്തും. മഹാദേവ നമോ നമഃ. അതെ, പറന്ന് ക്ഷീണിച്ചിട്ടാണോ എന്റെ തോളിൽ വന്നിരുന്നത്? നിനക്ക് പറക്കാൻ വയ്യാതായോ? ഞാൻ പറത്തി വിടട്ടെ? ഗുരുക്കളെ, ആരാണെന്ന് മുഖം ശരിക്ക് കാണുന്നില്ല. അതും നമ്മുടെ വീട്ടിൽ തന്നെ. ആരായിരിക്കും അവൻ? ദിഗ്വിജയ, മായാ കപോതം ആദിശേഷനെ കണ്ടെത്തിയ സ്ഥിതിക്ക് ആ മുഖം കാണുക എന്നുള്ളത് എളുപ്പമല്ലേ? ക്ഷമയോടെ നിൽക്ക്. മായാ കപോതം ആദിശേഷൻ അവൻ തന്നെയാണെന്ന് വീണ്ടും ഉറപ്പിക്കുകയാണ്. അവൻ തന്നെയാണ് ആദിശേഷൻ. അപ്പൊ ആദിശേഷൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്നല്ലേ? എങ്കിൽ അവനെ വെറുതെ വിടാൻ പാടില്ല. ഗുരുക്കളെ, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, അഭയ്, അവരുടെ എല്ലാവരുടെയും മരണത്തിന് കാരണം പാമ്പിന്റെ വിഷം.
എന്തുകൊണ്ടാണ് ഗുരുദേവൻ എന്നോട് അത്രയ്ക്ക് ദേഷ്യപ്പെട്ടത്? നാഗലോകത്തിന്റെ നാഗമാണിക്യം തിരികെ കിട്ടിയെന്ന കാര്യം പറയാൻ വന്നപ്പോഴേക്കും അദ്ദേഹം എന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ടല്ലോ. അത് മാത്രമല്ല, നാഗമാണിക്യം വീണ്ടെടുക്കുന്നതിനായി വേറെ മാർഗം കണ്ടെത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ എനിക്ക് തന്ന ഉത്തരവാദിത്തം വേറെ ആർക്കെങ്കിലും കൊടുത്തു കാണുമോ? നാഗലോകത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്ന് മനുഷ്യരൂപത്തിൽ ജീവിക്കാനുള്ള കഴിവ് നാഗലോകത്ത് തന്നെ ചുരുക്കം ചിലർക്കേ സിദ്ധിച്ചിട്ടുള്ളൂ. അത് ഞാനും ആദിശേഷനും പിന്നെയുള്ളത് ആ മായാങ്കനെയല്ലേ? മരിച്ചു മണ്ണായവള് വീണ്ടും തിരിച്ചു വരാനുള്ള കാരണം ഇതായിരിക്കാൻ സാധ്യതയുണ്ട്. അല്ല, മഹാഗുരുദേവൻ അങ്ങനെ മാറി ചിന്തിച്ചതുകൊണ്ടായിരിക്കൂ ആ മായാങ്കനെ വീണ്ടും തിരികെ വന്നത്. ഇല്ല, ഇതിനെക്കുറിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ അറിഞ്ഞേ പറ്റൂ. എത്ര തന്നെ കഷ്ടപ്പെട്ടാലും കണ്ടുപിടിച്ചേ പറ്റൂ. അതിനുള്ള വഴി എന്തായിരിക്കും ആ വഴി? നാഗമാണിക്യം എന്റെ കയ്യിലാണുള്ളത്. ആദിശേഷൻ എന്റേത് മാത്രമാണ്. അങ്ങനെയുള്ളപ്പോൾ ഇതെന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ഗുരുദേവൻ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതിന് പിന്നിലുള്ള രഹസ്യം ഞാൻ കണ്ടുപിടിച്ചേ പറ്റൂ. എന്നെ വിട്ടുപോകാൻ മനസ്സ് തോന്നില്ലേ നിനക്ക്? നിന്നെ ഞാൻ കൊച്ചു സുന്ദരിന്ന് വിളിക്കട്ടെ? നീ ഇങ്ങനെയൊക്കെ നിന്റെ വീട്ടുകാരെ വിട്ടു വന്നാ അവരെ നിന്നെ ഓർത്ത് വിഷമിക്കും. ചെല്ല്, പോകൂ. പോവില്ല നീ? ഗുരുക്കളെ, ഇവനാ CID ഓഫീസർ അഭയാണ്. അല്ല, ഇവൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണ വ്യക്തിയാണെന്ന് കരുതണ്ട. ഇവൻ തന്നെയാ നിന്റെ പരമശത്രു ആദിശേഷൻ. ആദിശേഷൻ? ഗുരുക്കളെ, ആദിശേഷൻ എന്റെ വീട്ടിൽ ഇവന്റെ വേഷത്തിലോ? മഹാഗുരുവിന് എന്റെ മേൽ എന്തോ ഒരു അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. അതിലൊരു സംശയവുമില്ല. പക്ഷെ ആ അതൃപ്തിക്ക് കാരണം എന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ആ അതൃപ്തി കാരണമാണ് എന്റെ കൈകൊണ്ട് മരണപ്പെട്ട മായാങ്കനയെ അദ്ദേഹം വീണ്ടും തിരികെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെല്ലാം പിന്നിലുള്ള കാരണം എന്താണ്? അല്ല, അപ്പോ മായാങ്കനിക്കും നാഗലോകത്തിനും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്നാണോ? അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ശിവാനിയായിട്ടല്ല പോവേണ്ടത്. ആ മായാങ്കനയുടെ രൂപത്തിൽ പോയിട്ടേ കാര്യമുള്ളൂ. ഗുരുക്കളെ, അപ്പൊ അവിടെയുള്ള പോലീസ് ഓഫീസർ അഭയ് ആദിശേഷനാണെന്നാണോ? എന്തൊരവസ്ഥയാണിത്! അല്ല, ഇവൻ പോലീസ് ഓഫീസറായിട്ട് തന്നെ നമുക്ക് വലിയ ശല്യമാണ്. അപ്പോ ഇനി ആദിശേഷനാണെങ്കിൽ നമ്മുടെ കഷ്ടകാലം തന്നെയാണ്. ഇനി എന്താ ചെയ്യുക? എന്താണൊരു മാർഗം ഈ അവസ്ഥയിൽ? ഗുരുക്കളെ, ഏതെങ്കിലും മാർഗത്തിലൂടെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടേ മതിയാകൂ. ഈ ക്ഷണം തന്നെ അവനെ അങ്ങ് അവസാനിപ്പിക്കേ. നീ എന്താണ് ഈ പറയുന്നത് ദിഗ്വിജയ? അവനെ സംഹരിച്ചാൽ നമ്മൾ കരുതുന്ന കാര്യം നടക്കില്ല. എന്തെന്നാൽ ഇവൻ മുഖേന മാത്രമേ നാഗമാണിക്യം നാഗലോകത്തെത്തുകയുള്ളൂ. അതായത് ഇപ്പോൾ നാഗമാണിക്യം ആരുടെ കൈവശമുണ്ടോ അവരിവനെ തേടി വന്നേ മതിയാകൂ. ആ ക്ഷണം തന്നെ നമ്മൾ അത് കൈവശപ്പെടുത്തുകയും ചെയ്യും. അപ്പോ നിങ്ങൾ പറയുന്നത് അതുവരെ ഇവനെ പേടിച്ച് അവിടെ ജീവിക്കണമെന്നാണോ? ജീവിച്ചിരിക്കണമെങ്കിൽ പേടിച്ചേ മതിയാകൂ. അവസാനം ഞാൻ കരുതിയതുപോലെ തന്നെ സംഭവിച്ചു. നിങ്ങൾ എന്താണ് കരുതിയിരുന്നത്? അന്ന് ഞാൻ പൂജ നടത്തിയ സമയത്ത് എന്റെ പൂജകൾ നിഷ്ക്രിയമായി. ഞാൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ നീ? ഏതോ ഒരു മഹാശക്തി ഈ വലയത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന്. പൂജാമന്ത്രങ്ങൾ നിഷ്ക്രിയമായത് അതുകൊണ്ടാണ്.
ഇവൻ അടുത്തു വന്നപ്പോൾ എന്റെ പൂജകൾ നിഷ്ക്രിയമായി. അപ്പോൾ മുതൽ എനിക്കിവനുമേൽ സംശയമുണ്ടായിരുന്നു. ഇവൻ എന്തോ ശക്തിയുണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു. പക്ഷേ ഇവൻ തന്നെയാണ് ആദിശേഷനെന്ന് ഞാൻ കരുതിയതേയില്ല. പ്രണാമം ഗുരുദേവ. ഞാൻ പറഞ്ഞതുപോലെ മന്ത്രാചല ക്ഷേത്രത്തിലേക്ക് നീ പോയിരുന്നുവോ? അവിടെ നിന്നും ഞാൻ പറഞ്ഞ ശക്തി നീ നേടിയെടുത്തോ? മായാങ്കനെ ഭൂമിയിലേക്ക് അയച്ചെന്നോ? അതിന് മാത്രം അവൾക്ക് കിട്ടിയ ശക്തി ഏതായിരിക്കും? നിന്നോടാണ് ചോദിക്കുന്നത് മായാങ്കനെ. ക്ഷേത്രത്തിൽ പോയിരുന്നുവോ എന്ന്. ആ ശക്തി നീ നേടിയെടുത്തുവോ? ആ ഗുരുദേവ, ശക്തി നേടി. ശക്തി നിനക്ക് ലഭിച്ചുവല്ലോ. പിന്നെ ഇനിയും എന്തിന് താമസിക്കുന്നു? പോയി ആദിശേഷനെ കണ്ടുപിടിക്കേണ്ടതല്ലേ? അങ്ങനെ ചെയ്യാതെ എന്തിന് ഇവിടേക്ക് വന്നു നീ? നമ്മുടെ മുന്നിലുള്ള ക്ഷണങ്ങളെല്ലാം എത്രമാത്രം പ്രാധാന്യമേറിയതാണെന്ന് നിനക്കറിയില്ലേ? എന്റെ സംശയങ്ങൾ ഓരോന്നോരോന്നായി ശരിയാവുകയാണ്. മായാങ്കന വന്നിരിക്കുന്നത് ആദിശേഷനെ തേടിയാണോ? നിന്നോടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഗതി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞു നടന്ന നിനക്ക് ജീവൻ തന്നത് എന്തിനു വേണ്ടിയാണ്? ഭൂമിയിലേക്ക് വിട്ടയച്ചത് എന്തിനു വേണ്ടിയാണ്? ഗുരുദേവ, നിങ്ങൾ എന്നെ അവിടേക്ക് ഏത് ഉദ്ദേശം കൊണ്ട് പറഞ്ഞയച്ചുവോ ഞാനത് പൂർത്തീകരിച്ചിരിക്കും ഗുരുദേവ. ആദിശേഷനെ തേടുക തന്നെ ചെയ്യും. അത് വാക്കുകളിൽ മാത്രം ഉണ്ടായതുകൊണ്ട് ഗുണമില്ല, നിന്റെ പ്രവൃത്തികളിലും ഉണ്ടായിരിക്കണം. അഘോര കാർക്കോടക അമാവാസിക്ക് ഇനിയും ബാക്കിയുള്ളത് കുറച്ചു ദിവസങ്ങൾ മാത്രമാണ്. അതിനുള്ളിൽ എങ്ങനെയും നീ ശിവാനിയെ സംഹരിച്ച് ആദിശേഷന്റെ കൂടെ തന്നെ നീ നാഗലോകത്തേക്ക് തിരിച്ചു മടങ്ങണം. ഗുരുക്കളെ, നമുക്കിനി എന്താണ് മുന്നോട്ട് വഴി? ഒരു മുന്നറിയിപ്പുമില്ലാതെ അവൻ നിന്റെ വീട്ടിലേക്ക് വന്നു. പഴയ കാര്യങ്ങൾ ചികഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവയെല്ലാം കൂട്ടി വായിക്കുന്ന സമയത്ത് അവൻ എന്തോ ദുരുദ്ദേശവുമായി വന്നതാണെന്ന കാര്യം ഉറപ്പാണ്. അത്തരത്തിൽ ലക്ഷ്യവുമായി വന്നവൻ ഒറ്റയ്ക്കായിരിക്കാൻ സാധ്യതയില്ല. അവനോടൊപ്പം മറ്റാരൊക്കെയോ വന്നിട്ടുണ്ട്. നാഗമാണിക്യം കൈവശമുള്ളവർ ചിലപ്പോ അവന്റെ കൂടെ തന്നെ ഉണ്ടാകാം. അതുകൊണ്ട് നീ വളരെ ശ്രദ്ധിച്ചവനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. യാതൊരു കാരണവശാലും നീ ദിഗ്വിജയനാണെന്നുള്ള കാര്യം അവൻ അറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷണം തന്നെ നിന്റെ മരണം സംഭവിക്കുന്നതാണ്. ഓർമ്മയുണ്ടല്ലോ അല്ലേ, അവന്റെ പൂർവ്വജന്മത്തിൽ അവന്റെ മരണത്തിന് കാരണമായത് നീയാണ്. ജാഗ്രത ദിഗ്വിജയ, വളരെ ശ്രദ്ധിച്ച് ഓരോ ചുവടും വയ്ക്കൂ. മഹാശക്തി ലഭിച്ചു. ആദിശേഷൻ ആരാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള മഹാശക്തി ലഭിച്ചു കഴിഞ്ഞു. എന്റെ പ്രണയം കൊണ്ട്, എന്റെ ഭംഗിയും ശരീരവും കൊണ്ട് അവനെ ഞാൻ എന്റെ കൈവശമാക്കുക തന്നെ ചെയ്യും. അവന്റെ ഒപ്പം ചേർന്ന് നാഗമാണിക്യം എവിടെയെന്ന് അന്വേഷിക്കും ഞാൻ. അതിനുശേഷം ശിവാനിയെ ഞാൻ സംഹരിക്കുക തന്നെ ചെയ്യും. അതിനുശേഷം ഞങ്ങൾ ഇരുവരും നാഗലോകത്തേക്ക് മടങ്ങും. പിന്നീട് അവനാണ് മഹാരാജൻ, ഞാനാവും മഹാറാണി. നാഗലോകം മുഴുവൻ എന്റെ കൈകളിലാവും. എന്റെ സ്വപ്നം എന്റെ കയ്യെത്തിപ്പിടിക്കാൻ ദൂരത്ത് തന്നെയുണ്ട്. അവൻ എവിടെയെന്ന് ചോദിക്കാൻ ആ ശക്തി എന്നെ ഇവിടേക്ക് എത്തിച്ചു. അങ്ങനെയാണെങ്കിൽ എന്റെ ആദിശേഷൻ ഇവിടെ എവിടെയോ തന്നെ ഉണ്ടാകും. എവിടെയാണ് ആദിശേഷ? എവിടെയാ? എന്തുകൊണ്ടാ എന്റെ കാലം മുന്നോട്ട് ചൂടുവെക്കാൻ പറ്റാത്തെ? ഏത് ശക്തിയാണ് എന്നെ ഇപ്പോൾ തടയുന്നത്?
പോയി നിനക്ക് ലഭിച്ച ശക്തി ഉപയോഗിച്ച് ആദിശേഷനെ കണ്ടുപിടിക്കൂ. നിനക്ക് ഈ ലഭിച്ച ശക്തി ഒരു സാധാരണ ശക്തിയല്ല. അതായത് മനുഷ്യരൂപത്തിൽ യക്ഷഗന്ധർവ നാഗദേവ ദാനവരോ കിന്നര കിംപുരുഷരോ ആര് തന്നെ ഉണ്ടെങ്കിലും നിന്റെ നഗ്ന നേത്രങ്ങളാൽ അവരുടെ യഥാർത്ഥ രൂപം നിനക്ക് മനസ്സിലാക്കാനാവും. ത്രിശൂലിന്റെ രൂപത്തിലുള്ള ആദിശേഷൻ ഭൂമിയിലെ ഏത് കോണിലുണ്ടെങ്കിലും നിന്റെ നേത്രങ്ങളാൽ നിനക്കത് കാണാൻ സാധിക്കും. പോകൂ, പോയി ആദിശേഷനെ കണ്ടുപിടിക്കൂ. അവന് പൂർവ്വജന്മത്തിന്റെ ഓർമ്മകളില്ല. നീ സത്യം പറയുകയാണെങ്കിലും അത് മനസ്സിലാക്കാനാവുന്ന സ്ഥിതിയിലായിരിക്കില്ല അവൻ. ആ കാരണത്താൽ തന്നെ നീ തന്നെ അവനെല്ലാം സൂക്ഷ്മമായി പറഞ്ഞു കൊടുത്തേ പറ്റൂ. പിന്നീട് അവന്റെ ഒപ്പം ചേർന്ന് നാഗമാണിക്യം തേടി കണ്ടുപിടിച്ച് ശിവാനിയെയും സംഹരിച്ച് നാഗലോകത്തിലേക്ക് എത്രയും വേഗം മടങ്ങി വരൂ. ഇനിയും മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് എത്രയും വേഗം നടന്നിരിക്കണം. അഘോര കാർക്കോടക അമാവാസിയാകുന്നതിന് മുൻപേ നിങ്ങൾ ഇരുവരും ചേർന്ന് ഇവിടേക്ക് വന്നേ മതിയാവൂ. അല്ലാത്ത പക്ഷം നാഗലോകത്തിന്റെ സർവനാശമായിരിക്കും സംഭവിക്കുക. പോകൂ മായാങ്കനെ, പോകൂ. ഞാൻ പറയുന്നതെല്ലാം നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ ഗുരുദേവ, മനസ്സിലാവുന്നുണ്ട്. നാഗലോകം ഒരു കാരണവശാലും നാശമാവുകയില്ല. അതിന് ഞാനൊരു അവസരം ഉണ്ടാക്കുകയുമില്ല. ആരാലും എന്നായാലും നാഗലോകത്തിന് ചതി പറ്റാൻ പാടില്ല. സംഭവിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. പോവുകയാണ്, പോയി വരാം ഞാൻ. എന്റെ ആദിശേഷന്റെ കൂടെ നാഗമാണിക്യത്തോടൊപ്പം നാഗലോകത്തേക്ക് വരുന്നതായിരിക്കും. ഏതൊരു ദുഷ്ടക്കൂട്ടങ്ങളും എതിരെ വന്നു കഴിഞ്ഞാലും അവരെ ഞാൻ സംഹരിക്കും. മായാങ്കനയുടെ സർവ്വദുഷ്ട സ്വഭാവവും മാറിയതുപോലെയുണ്ട്. ഇതെന്തായാലും നല്ലൊരു ലക്ഷണമാണ്. ആശീർവദിക്കൂ ഗുരുദേവ. ഹാ, ശക്തി എന്റേതായി ഉടൻ തന്നെ ആദിശേഷൻ എവിടെയാണെന്ന് എനിക്കറിയാൻ സാധിക്കും. എന്റെ സമീപത്ത് തന്നെ ഉണ്ടെങ്കിൽ എന്റെ ചുവട് ചലിപ്പിക്കാൻ സാധിക്കില്ലെന്ന് മഹാഗുരു പറഞ്ഞിരുന്നു. ഇപ്പോഴെനിക്ക് ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം ആദിശേഷൻ ഇവിടെ ഉണ്ടെന്നല്ലേ? എവിടെയുണ്ട്? ആരെങ്കിലും അവനെ ബന്ധിച്ചു വച്ചിരിക്കുകയായിരിക്കോ? എവിടെ എവിടെ എന്റെ ആദിശേഷൻ? തൃശൂലോ? അപ്പോ ആദിശേഷൻ തിരികെ വന്നോ? അപ്പോൾ ഇവൻ ആദിശേഷനാണോ? ഇതെങ്ങനെ സാധ്യമാവാനാ? ആദിശേഷന്റെ മാനവരൂപി തൃശൂലാണ്. എന്നാൽ ഇവിടെ അഭയ് ആദിശേഷനെ പോലെ കാണുകയാണല്ലോ. ഇതെങ്ങനെയാണ്?